മുതൽ തുടങ്ങുന്ന പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പാരീസ് അത്ലറ്റുകൾക്ക് മുസ്ലിം ശിരോവസ്ത്രം ധരിക്കുന്നതിന് ഒളിമ്പിക്സ് കമ്മിറ്റി വിലക്കേർപ്പെടുത്തി. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് ഒളിമ്പിക്സ് ഗെയിംസ്. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 8 വരെ പാരാലിമ്പിക്സും. ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസാണ്. എന്നാൽ ഫ്രാൻസിന്റെ ഈ ഹിജാബ് നിരോധനം മുസ്ലിം കായിക താരങ്ങളോടുള്ള വിവേചനമാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അപലപിച്ചു. ഹിജാബ് നിരോധനം അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് അവർ പറഞ്ഞത്. ഫ്രാൻസിൽ നടക്കുന്ന ഒളിമ്പിക്സ് ഗെയിംസിൽ ഫ്രഞ്ച് പ്രതിനിധി സംഘത്തിലെ ഒരംഗത്തെയും ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഫ്രാൻസിന്റെ കായിക മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒരു സ്ത്രീ എന്ത് ധരിക്കണമെന്നും ധരിക്കരുതെന്നും ആരും നിർദ്ദേശിക്കരുതെന്നാണ് മനുഷ്യാവകാശ കമ്മീഷണറുടെ ഓഫീസ് വക്താവ് പറഞ്ഞത്. ഫ്രാൻസ് തീവ്ര ജനാധിപത്യം കാത്തുസൂക്ഷിക്കുന്ന സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമായിരുന്നു. ആ സ്വാതന്ത്ര്യം മുസ്ലിം മതം അതിന്റെ തീവ്ര സ്വഭാവത്തിൽ വ്യാപിക്കുന്നതിനും കാരണമായി. ഇന്ന് ഫ്രാൻസിൽ യൂറോപ്യൻ പ്രദേശത്തെ ഏറ്റവും അധികം മുസ്ലിം തീവ്രവാദം കൊണ്ടു നടക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് മാറുകയും അവിടുത്തെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതിനും കാരണമാകുന്നു. 38 യൂറോപ്യൻ രാജ്യങ്ങളുള്ളതിൽ കായിക നിയന്ത്രണങ്ങളിൽ മതപരമായ ശിരോവസ്ത്രങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരേയൊരു രാജ്യമാണ് ഇപ്പോൾ ഫ്രാൻസ്. ഫ്രാൻസിൽ ശിരോവസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇപ്പോൾ തന്നെ എല്ലാത്തരം കായിക ഇനങ്ങൾ പരിശീലിക്കുന്നതിൽ നിന്നും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒളിമ്പിക്സിൽ മാത്രമല്ല, അമേച്വർ തലത്തിൽ പോലും ആ നിരോധനം വന്നുകഴിഞ്ഞു.